ഹലോ എവ്രി വൺ, ദിശ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇക്കഴിഞ്ഞ NTPC ഗ്രാജുവേറ്റ് എക്സാമിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമും വരുന്നുണ്ട്. സോ റീസണിങ്ങിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം, എങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരാം എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Select the set in which the numbers are related in the same way as are the numbers of the following sets. അപ്പം ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രണ്ട് സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ടല്ലോ, ഇതൊരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടായിരിക്കും റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സെയിം പാറ്റേൺ ഫോളോ ചെയ്ത് വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് പാറ്റേൺ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ പാറ്റേൺ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 40, 122 ആൻഡ് 4. അപ്പോൾ നമുക്ക് നോക്കാം. 40 × 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 120 ആണല്ലോ. അതേപോലെ 4 - 2 ചെയ്ത് കഴിഞ്ഞാൽ 2. അപ്പോൾ അത് ഇവിടെ ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 122 കിട്ടും. അപ്പോൾ ഈ സെയിം പാറ്റേൺ തന്നെ നമുക്ക് നെക്സ്റ്റ് നമ്പറിൽ ഒന്ന് നോക്കാം. 30 × 3 90 ആൻഡ് അതേപോലെ 30 - 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 11. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 101 അല്ലേ. അപ്പോൾ നമ്മൾ ഈ സെയിം പാറ്റേൺ ഫോളോ ചെയ്ത് ഓപ്ഷനിൽ നിന്ന് നമ്മൾ ഈ ആൻസർ കണ്ടുപിടിക്കണം. സോ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. 2, 26 ആൻഡ് 70. സോ 2 × 3 ഈസ് 6 ആൻഡ് 17 - 2 ചെയ്ത് കഴിഞ്ഞാൽ 15 ആൻഡ് 15 + 6 ചെയ്ത് കഴിഞ്ഞാൽ 21 ആവത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അല്ല. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം. 10 × 3 ഇറ്റ്സ് 30 ആൻഡ് 17 - 2 ചെയ്ത് കഴിഞ്ഞാൽ 15 ആൻഡ് ഇറ്റ്സ് 45. സോ ഓപ്ഷൻ ബി അല്ല. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ 3 നോക്കാം. 10 × 3 30 ആൻഡ് 18 - 2 ഈസ് 60. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 46 അല്ലേ കിട്ടുന്നത്. സോ അതും അല്ല. ഇനി നമുക്ക് ലാസ്റ്റ് ഓപ്ഷൻ നോക്കേണ്ട കാര്യമില്ല, സോറി. ലാസ്റ്റ് ഓപ്ഷൻ നമുക്ക് നോക്കാം. 37 × 3 111 ആണ്, അറിയാമല്ലോ. ആൻഡ് 11 - 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 ആൻഡ് ഇത് ആഡ് ചെയ്യുമ്പോൾ 120. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതും സെയിം ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ റിലേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 12 ആൻഡ് 66 പിന്നെ 24 276. സോ ഇത് എങ്ങനെയാണോ റിലേറ്റഡ് ആ ഒരു റിലേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഈ 10ഉമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് ഏത് നമ്പർ ആണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 12ഉം 66. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്ന്. 12 × 12 - 1 ചെയ്യണം. ഓക്കെ, ആൻഡ് ബൈ 2 ഒന്ന് ചെയ്ത് നോക്കിയേ. ഫസ്റ്റാ തന്നിരിക്കുന്ന നമ്പർ, പിന്നെ അതിൽ നിന്നും ഒരു 1 മൈനസ് ചെയ്യുക. അപ്പോൾ 11 കിട്ടും ബൈ 2. സോ ഇത് കട്ട് ചെയ്ത് പോകുമ്പം 66 കിട്ടിയല്ലോ. സോ ഫസ്റ്റ് റിലേഷൻ കിട്ടി. ഇനി ആ സെയിം ലോജിക്ക് തന്നെയാണോ സെക്കൻഡിലെന്ന് നോക്കാം. 24 എഴുതുക, എന്നിട്ട് അതിൽ നിന്നും 1 മൈനസ് ചെയ്ത നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക. 24 - 1 ഈസ് 23 ആൻഡ് ബൈ 2. ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും. സോ അപ്പോൾ 23 × 12 ചെയ്ത് കഴിഞ്ഞാൽ 46 3 2 ദാറ്റ് ഈസ് 276 ആണല്ലോ. സോ ഫസ്റ്റ് നമ്പർ എഴുതുക, പിന്നെ അതിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്ത് എഴുതുക, പിന്നെ ഹോൾ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. 10 അല്ലേ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്ത് വരുന്ന നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
സോ 10 എഴുതുക, 10ൽ നിന്ന് പിന്നെ 1 മൈനസ് ചെയ്ത് 9 കിട്ടും, ബൈ 2 ചെയ്യുക, കട്ട് ചെയ്ത് പോകുമ്പോൾ 5. സോ 5 ഇൻറ്റു 9 എല്ലാവർക്കും അറിയാമല്ലോ 45. സോ നിങ്ങൾ ഈ അനലോഗിയൊക്കെ ഇതേപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം, എന്നാലേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യാം ഒരു സ്പീഡ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ ലോജിക്ക് മനസ്സിലാക്കാൻ തന്നെ ടൈം എടുക്കും. സോ റീസണിങ് ആരും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാതെ പോകരുത്, ടൈം വേസ്റ്റ് ചെയ്യരുത് എക്സാമിന് ഇരിക്കുമ്പോൾ. സോ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ നമുക്ക് നോക്കാം. ഇതിവിടെ തന്നിട്ടുണ്ട് എ പ്ലസ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഈസ് ദ വൈഫ് ഓഫ് ബി, എ മൈനസ് ബി തന്നിരിക്കുന്ന എ ഈസ് ദ മദർ ഓഫ് ബി ആണ്. എ ഇൻറ്റു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഈസ് ദ ഫാദർ ഓഫ് ബി, ആൻഡ് എ ബൈ എ ഡിവിഷൻ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഈസ് ദ ഹസ്ബൻഡ് ഓഫ് ബി. ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ തന്നിട്ടുണ്ടല്ലോ വൈ പ്ലസ് എൻ. അപ്പോൾ ഇതിലേതാണെന്ന് നമുക്ക് നോക്കാം. വൈ പ്ലസ് എൻ പറയുന്നത് എന്താണ്? എ ഈസ് ദ വൈഫ് ഓഫ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് വൈഫ് ഓഫ് സെക്കൻഡ് ലെറ്റർ ആയിരിക്കും. അപ്പോൾ വൈ എന്ന് പറയുന്നത് വൈഫ് ഓഫ് എൻ അല്ലേ? ഫീമെയിലിന് ഞാൻ മൈനസ് ആണ് ഇട്ട് കൊടുത്ത്, നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചിരിക്കുന്നത് അതേപോലെ ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് എൻ ഇൻറ്റു കെ എന്ന് പറയുമ്പം എ ഈസ് ദ ഫാദർ ഓഫ് ബി. ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്, ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് is the father of second. ഓക്കെ, ഫാദർ ഓഫ് കെ, അത് ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് കെ ഡിവിഷൻ ടി എന്താണെന്ന് നോക്കാം. കെ എ ഇസ് ദ ഹസ്ബൻഡ് ഓഫ് ബി എന്നാണ്. അപ്പോൾ ഇവിടെ വരുമ്പം കെ ഇസ് ദ ഹസ്ബൻഡ് ഓഫ് ടി എന്ന് വരും. കെ ഇസ് ദ ഹസ്ബൻഡ് ഓഫ് ടി. ആൻഡ് നൗ ടി മൈനസ് എസ് എന്താണെന്ന് നോക്കാം. എ ഈസ് ദ മദർ ഓഫ് ബി. അപ്പോൾ ഇവിടെ വരുമ്പോൾ എങ്ങനെയായിരിക്കും? ടി ഈസ് ദ മദർ ഓഫ് എസ് എന്ന് വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബേസ്ഡ് ഓൺ ദ എബവ് ഹൗ വൈ ഈസ് റിലേറ്റഡ് ടു എസ് എന്നാണ്. സോ എസിൻ്റെ ആരാണ് വൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 2 കഴിഞ്ഞ് വരുന്ന ആളുടെ റിലേഷൻ ആയിരിക്കണം കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം എസിൻ്റെ ആരാണ് വൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എസിൻ്റെ ഫാദറിൻ്റെ മദർ. ഓക്കെ ആണല്ലോ. സോ ഓപ്ഷൻ സി ഫാദേഴ്സ് മദർ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ബേസ്ഡ് ഓൺ ദ ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ ഓർഡർ 3 of the following 4 are alike in a certain way and thus form a group. Which is the one that does not belong to that group? അപ്പം ഓഡ് 1 ഔട്ട് കണ്ടുപിടിക്കുക. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇങ്ങനത്തെ ആൽഫബറ്റ്സ് വരുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ പൊസിഷൻ വാല്യൂസ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നിങ്ങൾ ബോക്സ് വരച്ച് അങ്ങനെ ചെയ്യുന്നതാണെങ്കിലും ഓക്കെ, പക്ഷേ പൊസിഷൻ വാല്യൂസ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കോഡ് നിങ്ങൾ ഓർത്തിരിക്കുക. ഇ ജോ ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയുടെ പൊസിഷൻ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ആണ്. ജെയുടെ പൊസിഷൻ വാല്യൂ 10 ആണ്. അതേപോലെ ഒയുടെ പൊസിഷൻ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 15, ടിയുടെ വന്നിട്ട് 20 ആൻഡ് വൈയുടെ 25. സോ നമുക്ക് ഇതിൻ്റെ ടേംസിൽ ബാക്കിയുള്ളതിൻ്റെ കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നിരിക്കുന്നത് ജി കെ എൻ ആണ്. അപ്പോൾ ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ എഫ് ജി. അപ്പം ജിയുടെ പൊസിഷൻ വാല്യൂ എന്തായിരിക്കും? 7. ആൻഡ് അതേപോലെ കെയുടെ എന്താണ്? കെ എന്ന് പറഞ്ഞാൽ ജെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത്. സോ കെയുടെ വന്നിട്ട് 11 ആയിരിക്കുമല്ലോ. അതേപോലെ ഇനി എൻ, എന്നിൻ്റെ വരുമ്പോൾ 14 ആണ്. ഒയുടെ തൊട്ട് മുന്നേ. അതെ, അപ്പം നമുക്ക് ഈ പാറ്റേൺ ഒന്ന് നോക്കാം. 7 + 4 ആണല്ലോ. അതേപോലെ 11 + 3 ആണ് ഈ പാറ്റേൺ. ഇനി ബാക്കി വരുന്നതിനും ആ പാറ്റേൺ തന്നെയാണോ എന്ന് നോക്കാം. ഇനി ഡി എച്ച് എൽ. അപ്പോൾ ഡിയുടെ എന്താണ്? ഇക്ക് തൊട്ട് മുന്നേ. അപ്പോൾ ഇതെന്താ? 4. ആൻഡ് എച്ച് എഫ് ജി എച്ച്, എച്ചിൻ്റെ വന്നിട്ട് 8. ആൻഡ് എൽ ജെ കെ എൽ. അപ്പോൾ എല്ലിൻ്റെ 12 അല്ലേ? സോ ഇതൊന്ന് നോക്കിയേ. ഇവിടെ +4 ചെയ്തു ആൻഡ് ഇവിടെ +4 ചെയ്തു.
അപ്പം ഇതിൽ ഏത് പാറ്റേൺ ഫോളോ ചെയ്തിട്ടാണ് നെക്സ്റ്റ് വരുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് മനസ്സിലാവും ഏതാണ് ഓഡ് വൺ ഔട്ട്. ഇനി നമുക്ക് ടി എക്സ് എ, ടിയുടെ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ടല്ലോ 20, ആൻഡ് എക്സ് വന്നിട്ട് എന്താ പൈയുടെ തൊട്ട് മുൻപ് 24, ആൻഡ് എയുടെ എല്ലാവർക്കും അറിയാമല്ലോ 1. അപ്പോൾ 20 + 4, ആൻഡ് ഈ 1 വരുന്നത് 25, 26, 1 ആണല്ലോ, +3. അപ്പം എലൈക്ക് ഏതാണ് ജി കെ എന്നും ടി എക്സ് എയും അല്ലേ. അപ്പോൾ ഡി എച്ച് എൽ ആണ് നമ്മളുടെ ആൻസർ വരുന്നത്. സോ പൊസിഷൻ വാല്യൂസ് നിങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതും സെയിം ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, ഓഡ് വൺ ഔട്ട് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സോ നമുക്ക് സി ജി എഫ് ജെ, അപ്പോൾ ഈ ജോ ടി അത് നിങ്ങൾക്കറിയാമല്ലോ, 5, 10, 15, 20, 25. ഇതിൻ്റെ ടേംസിൽ നിങ്ങൾക്ക് ബാക്കിയെല്ലാം പെട്ടെന്ന് എഴുതാൻ പറ്റും. സിയുടെ എല്ലാവർക്കും അറിയാം 3, ജിയുടെ വന്നിട്ട് 7, 5 കഴിഞ്ഞിട്ട് എഫ് ജി 7, അതേപോലെ എഫിൻ്റെ ഇ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 6, ആൻഡ് അതേപോലെ ജെയുടെ എല്ലാവർക്കും അറിയാം 10. സോ ഇവിടെ നോക്കിയേ +3 ആണ് വന്നത്, അതേപോലെ ഇവിടെ നോക്കിയേ +3 ആണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാം, ഡബ്ല്യു എ ഇസഡ് ഡി. ഡബ്ല്യുവിൻ്റെ എന്താ വരുന്നത് ടി യു വി ഡബ്ല്യു, സോ 23, ആൻഡ് എയുടെ 1, ഇസഡിൻ്റെ 26, ആൻഡ് ഡിയുടെ വന്നിട്ട് 4. സോ ഇവിടെ +3 ആണ്, ആൻഡ് ഇവിടെയും +3 പാറ്റേൺ തന്നെയാണ്. ഇനി നമുക്ക് YCBE നോക്കാം. വൈയുടെ എല്ലാവർക്കും അറിയാമല്ലോ 25, ആൻഡ് ബിയുടെ വന്നിട്ട് 2 ആണ് വന്നത്. ഇനി സിയുടെ 3 ആണ്, അതേപോലെ ഇയുടെ 5 ആണ്. ഇവിടെ നോക്കിയേ 3 + 2 ആണ്. ഇവിടെ ഓക്കെ +3 വന്നു, പക്ഷേ ഇവിടെ വന്നപ്പോൾ 2 വന്നു. അപ്പോൾ ഇത്രയും നേരം +3 പാറ്റേൺ ആയിരുന്നല്ലേ, പക്ഷേ ഇവിടെ വന്നപ്പോൾ തെറ്റി. സോ ഏതാണ് ഓഡ് വൺ ഔട്ട്? ഓപ്ഷൻ സി. അപ്പോൾ ഈ പൊസിഷൻ വാല്യൂസ് ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്ത് പോകാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ആ ബോക്സ് വരച്ച് എഴുതി ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ കോഡിങ്ങിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലെറ്റർ ക്ലസ്റ്റേഴ്സ് ഷുഡ് റീപ്ലേസ് ഹാഷ് ആൻഡ് പെർസെൻറ്റേജ് സോ ദാറ്റ് ദ പാറ്റേൺ ആൻഡ് റിലേഷൻഷിപ്പ് followed between the letter cluster pair on the left side is same as that on the right side. അപ്പോൾ നമുക്ക് നോക്കാം MWE. അപ്പം നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഇട്ട് നോക്കാം, BLT. ഇത് നമ്മൾ എങ്ങനെ റിലേറ്റ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബിയുടെ പൊസിഷൻ കോഡ് അറിയാമല്ലോ 2, ആൻഡ് എല്ലിൻ്റെ വന്നിട്ട് 12, ആൻഡ് ടിയുടെ 20, എമ്മിൻ്റെ വന്നിട്ട് 13, JKLM 13. ഓക്കെ, ജെയുടെ 10 ആണെന്നറിയാമല്ലോ. അതേപോലെ W 23, ടി കഴിഞ്ഞിട്ട് UVW 23. അതേപോലെ ഇയുടെ അറിയാം 5. സോ ഇതൊന്ന് നോക്കിയേ, 2 + 11 ആണ് 13. ഇനി നമുക്ക് 12ഉം 23 നോക്കാം, +11 അല്ലേ. അതേപോലെ 20ഉം 5ഉം, 20 കഴിഞ്ഞിട്ട് ഇനി എത്ര ആൽഫബറ്റ്സ് ഉണ്ട്? 6, പിന്നെ +5, അപ്പം +11. അപ്പോൾ ഈ +11 പാറ്റേൺ ഫോളോ ചെയ്തിട്ട് തന്നെയാണോ റൈറ്റ് സൈഡിലുള്ളതെന്നും കൂടെ നമുക്ക് നോക്കാം. ഇവിടെ KUCയിൽ നിന്ന് പ്ലസ് ചെയ്ത് വരുമ്പം വേണം നമുക്ക് ഈ പ്ലസ്സിൽ ഇപ്പുറത്തെ കിട്ടാൻ. അപ്പോൾ നമുക്ക് കെയുടെ വാല്യൂ എഴുതാമല്ലോ. കെയുടെ വാല്യൂ വരുന്നത് 11, ആൻഡ് യുവിൻ്റെ വാല്യൂ ടിയുടെ അറിയാം 20, സോ യുവിൻ്റെ വരുന്നത് 21, ആൻഡ് സിയുടെ വരുന്നത് എന്താണ്? സിയുടെ വരുന്നത് 3. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്താണ് ഇനി തന്നിരിക്കുന്നത്? BFN. ബിയുടെ നമുക്ക് എഴുതാം TUV,
22 ആണ് വരുന്നത്. ഇ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആണ്, അപ്പോൾ 6. ആൻഡ് അതേപോലെ എന്നിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 14 ആണ്. ഇത് നോക്കിയേ +11 തന്നെയാണ്. ഇനി ഇത്, ഇനി 21 കഴിഞ്ഞിട്ട് 5 ആൽഫബറ്റ്സ് ഉണ്ട്, പിന്നെ +6, അപ്പോൾ 5 + 6 ഈസ് 11. അവിടെയും കറക്റ്റാണ്. ഇനി 3യുടെ കൂടെ 11 പ്ലസ് ചെയ്യുമ്പോഴല്ലേ 14 +11. സോ ബാക്കി ഓപ്ഷൻ ഒന്നും നോക്കണ്ട, നമുക്ക് ഓൾറെഡി കിട്ടി. 11 പാറ്റേൺ ഫോളോ ചെയ്തിട്ട് തന്നെയാണ് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും വന്നിട്ടുള്ളത്. സോ ഓപ്ഷൻ എ. ആൻസർ കിട്ടി കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും നോക്കാൻ വേണ്ടിയിട്ട് വേസ്റ്റ് ചെയ്ത് കളയരുത്, ടൈം വേസ്റ്റ് ചെയ്യരുത്. സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുക. ഓക്കെ, നമുക്കിനി ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് നോക്കും. In this question, a question followed by two statements numbered 1 and 2. You have to decide whether the data provided in the statements are sufficient to answer the question. Read both the statements and decide the appropriate answer. Okay. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് അത് റിലേറ്റ് ചെയ്ത് 2 സ്റ്റേറ്റ്മെൻറ്റ്സും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് വായിച്ചിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. 5 people, Pallavi, Shreya, Monica, Ritu and Alka are sitting in a straight line facing north. നോർത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 5 people ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഡിവൈഡ് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് നോർത്ത് ഫേസിങ് ആകുമ്പോൾ ഇതായിരിക്കും റൈറ്റ് ആൻഡ് ഇതായിരിക്കും ലെഫ്റ്റ്. ഇതെല്ലാവർക്കും അറിയാമല്ലോ. സോ ഈ എക്സ്ട്രീം ലെഫ്റ്റ് എൻഡിൽ ഇരിക്കുന്നത് ആരാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ശ്രേയ സിറ്റ്സ് ഇമ്മീഡിയറ്റ്ലി ടു ദ റൈറ്റ് ഓഫ് പല്ലവി. അപ്പോൾ ശ്രേയ എവിടെയാണ് ഇരിക്കുന്നത്? പല്ലവിയുടെ റൈറ്റിലാണ്, ഇമ്മീഡിയറ്റ് റൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പല്ലവിയുടെ റൈറ്റിലാണ് ശ്രേയ. ഓക്കെ, മോണിക്ക സിറ്റ്സ് ഇമ്മീഡിയറ്റ്ലി ടു ദ റൈറ്റ് ഓഫ് ശ്രേയ. ശ്രേയയുടെ റൈറ്റിലാണ് മോണിക്ക ഇരിക്കുന്നത്. ഇനി തന്നിട്ടുണ്ട് ഋതു ഈസ് നോട്ട് അറ്റ് എനി എൻഡ്. ഋതു എൻഡിലല്ല ഇരിക്കുന്നത്. ആകെ 5 പേരല്ല ഉള്ളൂ. അപ്പോൾ ഋതു ഇവിടെ അല്ല അപ്പോൾ വരൂ, എൻഡിലല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഹൂ ഈസ് സിറ്റിംഗ് അറ്റ് ദ എക്സ്ട്രീം ലെഫ്റ്റ് എൻഡ്. അപ്പോൾ ഓൾറെഡി ഇവിടുന്ന് നമുക്ക് എഴുതാമല്ലോ, അൽക്കയാണ് ഇവിടെ എന്ന്. കാരണം ഋതു ഒരു എൻഡിലും അല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അൽക്ക. അപ്പോൾ നമുക്ക് കിട്ടിയല്ലോ, ലെഫ്റ്റ് എൻഡിൽ ഇരിക്കുന്നത് ആരാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. സോ ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. Data in statement 1 alone is sufficient to answer the question, while data in statement 2 is not. ഇപ്പം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് 1 മാത്രം വെച്ച് ഈ ആൻസറിലേക്ക് എത്താൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ അല്ല, നമുക്ക് 2 സ്റ്റേറ്റ്മെൻറ്റ്സും വേണ്ടി വന്നു ആൻസറിലേക്ക് എത്താൻ. ആൻസറിലേക്ക് എത്തി, പക്ഷേ 2 സ്റ്റേറ്റ്മെൻറ്റ്സും വേണ്ടി വന്നു. സോ ഓപ്ഷൻ 2 ആണ് നമ്മളുടെ റൈറ്റ് ആൻസർ വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം മതിയായിരുന്നു ആൻസറിലേക്ക് എത്താനെന്നുണ്ടായിരുന്നെങ്കിൽ ഓപ്ഷൻ എ ആയിരുന്നു. ഇപ്പോൾ 2 ഡേറ്റയും വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ ഓപ്ഷൻ സി. അങ്ങനെയാണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മളുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. ഓക്കെ, ഈ ഒരു ഡേയ്സ് ഓഫ് വീക്സ് വെച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരു ഷിഫ്റ്റിലൊക്കെ തന്നെ 2 ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് വന്നിരുന്നു. സോ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇപ്പം വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നതാണ്. സോ ഇതെല്ലാവരും നോക്കുക. ഓക്കെ, ഈച്ച് ഓഫ് പി ക്യു ആർ എസ് ടി യു ആൻഡ് വി ഹാസ് ആൻ എക്സാം ഓൺ എ ഡിഫറെൻറ്റ് ഡേ ഓഫ് എ വീക്ക് സ്റ്റാർട്ടിംഗ് ഫ്രം മൺഡേ ആൻഡ് എൻഡിങ് ഓൺ സൺഡേ ഓഫ് ദ സെയിം വീക്ക്. അപ്പോൾ നമുക്കിവിടെ മൺഡേ ടു സൺഡേ വരെ ഒന്ന് എഴുതി വെക്കാം. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. സ്റ്റാർട്ടിങ് ഓൺ മൺഡേ ആൻഡ് എൻഡിങ് ഓൺ സൺഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഡിഫറെൻറ്റ് ഡേയ്സ് ആണ് എക്സാം.
സെയിം ഡേ 2 പേർക്ക് എക്സാം വരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ടി ഹാസ് എക്സാം ഓൺ ട്യൂസ്ഡേ. ടിയുടെ എക്സാം വരുന്നത് ട്യൂസ്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളങ്ങ് എഴുതുക. ഓൺലി 2 പീപ്പിൾ ഹാവ് എക്സാം ബിറ്റ്വീൻ ആർ ആൻഡ് ടി. ആറിനും ടി നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. സോ ആറിനും ടിക്കും ഇടയിൽ 2 പേരേ ഉള്ളെന്ന് പറഞ്ഞിട്ടുണ്ട്. മേളിലേക്ക് നമുക്കത് എഴുതാൻ പറ്റത്തില്ലല്ലോ. പി ഹാസ് എക്സാം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എസ് ബട്ട് നോട്ട് ഓൺ സൺഡേ. പിയുടെ എക്സാം വരുന്നത് എസിൻ്റെ തൊട്ട് നെക്സ്റ്റ് ഡേ ആണ്, പക്ഷേ അത് സൺഡേ അല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തായാലും എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ആയിരിക്കുമല്ലോ പി ഹാസ് എക്സാം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എസ്. എസിൻ്റെ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെയാണ്, നെക്സ്റ്റ് ഡേ തന്നെയാണ് പിയുടെ വരുന്നത്. ഓക്കെ. ഇനി ക്യൂ ഹാസ് എക്സാം ബിഫോർ വി ബട്ട് നോട്ട് ഓൺ മൺഡേ. വിയുടെ എക്സാമിന് മുന്നേ ആണ് ക്യൂവിൻ്റെ എക്സാം, പക്ഷെ നോട്ട് ഓൺ മൺഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എവിടെയായിരിക്കും വരുന്നത്? എക്സാം ബിഫോർ വി. അപ്പോൾ വി വരുന്നത് സൺഡേ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇനി മൺഡേ ആരാണെന്ന് നോക്കാം. ഇനി ആകെ ബാക്കിയുള്ളത് യു അല്ലേ. അപ്പോൾ യു അതങ്ങ് എഴുതുക. ഇനി ഹൗ മെനി പീപ്പിൾ ഹാവ് എക്സാം ബിറ്റ്വീൻ യു ആൻഡ് പി എന്നാണ് ക്വസ്റ്റ്യൻ. യുവിൻ്റെയും പിയുടെയും ഇടയിൽ എത്ര പേർക്ക് എക്സാം വരുന്നുണ്ട്? അപ്പോൾ യു ഇവിടെയാണ്, പി ഇവിടെയാണ്. അപ്പോൾ നോക്കിയേ 2 പേർക്ക്. അപ്പോൾ ഓപ്ഷൻ സിയിലാണ് 2 കിടക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ് നമ്മളുടെ റൈറ്റ് ആൻസർ. നിങ്ങൾ ഡേയ്സ് ഓഫ് വീക്ക് എഴുതി വെച്ചിട്ട് തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് അത് എഴുതി പോവുക. എന്നിട്ട് ലാസ്റ്റ് ഓപ്ഷനിലേക്ക് എത്തുക. ഓക്കെ. അപ്പം നമ്മളുടെ റെയിൽവേ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ആസ്പിറൻസിനും വേണ്ടി നമ്മളുടെ ദിശ അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ന്യൂ ബാച്ചാണ് RRB പ്രീമിയം ബാച്ച്. ഇപ്പോൾ ഒരു ഓഫർ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് റെയിൽവേ എക്സാംസിനെ പറ്റി എന്ത് ഡൗട്ടും ആയിക്കോട്ടെ അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മളുടെ ഫാക്കൽറ്റി റെഡിയാണ്. അതേപോലെ മെൻറ്റർ സപ്പോർട്ടും ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ ബാച്ചിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ കാണുന്ന 2 നമ്പറുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ ആണല്ലോ. സോ നമുക്ക് ഇനി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ. ഇത് ഡയറക്ഷൻ ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് എഴുതുമ്പം നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. പവൻ സ്റ്റാർട്ട്സ് ഫ്രം പോയിന്റ് എ. ഓക്കെ. ഡയറക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് നോർത്ത് സൗത്ത്, ഇത് നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് ആൻഡ് സൗത്ത്, അതറിയാമല്ലോ. ഓക്കെ. നിങ്ങൾ റൈറ്റ് ടേൺ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഓർക്കുക ക്ലോക്ക് വൈസ് ആയിരിക്കും. ക്ലോക്ക് വൈസ് വേണം നിങ്ങൾ ടേൺ ചെയ്യാൻ. ഓക്കെ. റൈറ്റ് ടേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ്, ഇത് ഓർത്തോളുക. അതേപോലെ ലെഫ്റ്റ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആൻറ്റി ക്ലോക്ക് വൈസ് വേണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ. ഓക്കെ. അപ്പോൾ നോർത്തിൽ നിന്ന് റൈറ്റ് ടേൺ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വേണം പോകാൻ, അല്ലാതെ ലെഫ്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ്. മനസ്സിലായല്ലോ. അതേപോലെ ഈസ്റ്റിൽ നിന്ന് റൈറ്റ് ടേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ലെഫ്റ്റ് ടേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ്. ഇതാണ് റൈറ്റ്, ഇതാണ് ലെഫ്റ്റ്. റൈറ്റ് ടേൺ, ലെഫ്റ്റ് ടേൺ. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഒരു സംഭവം ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. അപ്പോൾ പവൻ സ്റ്റാർട്ട്സ് ഫ്രം പോയിന്റ് A and drives 25 kilometer towards the north. നോർത്തിലേക്ക് 25 കിലോമീറ്റർ മൂവ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഹി ദെൻ ടേക്സ് എ റൈറ്റ് ടേൺ. റൈറ്റ് ടേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ്. സോ ആൻഡ് ഡ്രൈവ്സ് 15 കിലോമീറ്റർ ആൻഡ് ദെൻ ടേൺസ് റൈറ്റ്. റൈറ്റ് ആണല്ലോ, ക്ലോക്ക് വൈസ് അല്ലേ. ഡ്രൈവ്സ് 32. അപ്പോൾ ഇവിടെ ഒരു 25 ആണ്, ഇവിടെ 32 ആണ്. അപ്പോൾ കുറച്ച് നീട്ടി അങ്ങ് വരയ്ക്കണേ. അപ്പോൾ ഈ 25, അപ്പോൾ എക്സ്ട്രാ ഡിസ്റ്റൻസ് നിങ്ങളങ്ങ് എഴുതി പോയി കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. 25 നിന്ന് 32 എത്താൻ 7 കൂടുതൽ വേണമല്ലോ. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഹി ദെൻ ടേക്സ് എ റൈറ്റ് ടേൺ. സോ എഗെയിൻ ക്ലോക്ക് വൈസ് ആണ്, റൈറ്റ് ടേൺ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ 26. അപ്പോൾ മേളിൽ 15, താഴെ 26 ആണ്. സോ എക്സ്ട്രാ എത്ര പോയെന്നും കൂടെ നിങ്ങളങ്ങ് എഴുതി വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. 11 കിലോമീറ്റർ എക്സ്ട്രാ പോയിട്ടുണ്ട്. ഓക്കെ. ദെൻ ഹി ടേക്സ് എ ഫൈനൽ റൈറ്റ് ടേൺ ആൻഡ് ഡ്രൈവ്സ് 7 കിലോമീറ്റർ.
റൈറ്റ് ടേൺ ക്ലോക്ക് വൈസ് തന്നെയാണല്ലോ. 7 കിലോമീറ്റർ പോയി. നോക്കി ഇവിടെ നമ്മൾ എക്സ്ട്രാ 7 അല്ലേ, ആ 7 ഇവിടെ കവർ ചെയ്തു. സോ ഇവിടെ വന്ന് നിന്നു. ആൻഡ് സ്റ്റോപ്സ് അറ്റ് പോയിന്റ് പി. ഓക്കെ, ഹൗ ഫാർ ആൻഡ് ടുവേർഡ്സ് വിച്ച് ഡയറക്ഷൻ ഷുഡ് ഹി ഡ്രൈവ് ഇൻ ഓർഡർ ടു റീച്ച് പോയിന്റ് എ അഗെയിൻ. പോയിന്റ് എയിലേക്ക് എത്താൻ ഏത് ഡയറക്ഷനിലേക്കാണ്, എത്ര ഡിസ്റ്റൻസ് പോകണം എന്നാണ് ചോദിച്ചത്. അപ്പോൾ എയിലേക്ക് പോകണമെങ്കിൽ ഈസ്റ്റ് ഡയറക്ഷനിലോട്ടല്ലേ പോകേണ്ടത്. അപ്പോൾ ഈസ്റ്റ് ഇവിടെ 2 ഓപ്ഷനുണ്ട്. നമ്മൾ ഓൾറെഡി ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചല്ലോ, എക്സ്ട്രാ 11 പോയെന്ന്. അപ്പോൾ അതിങ്ങോട്ട് പോയാൽ പോരെ. സോ 11 കിലോമീറ്റർ ടു ദ ഈസ്റ്റ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. സോ നിങ്ങളിത് ശ്രദ്ധിച്ച് വരയ്ക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ചുമ്മാ എന്തെങ്കിലും വരച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് തെറ്റിപ്പോവും. സോ കറക്റ്റായിട്ട് വരയ്ക്കാൻ എപ്പോഴും നോക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ നമുക്കിതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കുറേ ആൽഫബറ്റ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ പ്ലേസിൽ നമ്മൾ ഈ മാത്തമാറ്റിക്കൽ സിമ്പിൾസ് ഇട്ട് കൊടുത്തിട്ട് ഈക്വേഷൻ ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എഴുതാം. 13 B 2 C 6 D 8 A 4. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ബിക്ക് പകരം എന്താ ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ സിമ്പിളാണ്. സോ 13 × 2. സിക്ക് പകരം എന്താ പ്ലസ് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിക്ക് പകരം മൈനസ് ആണ്. അതേപോലെ എക്ക് പകരം എന്താണ്. അപ്പം നിങ്ങൾ എപ്പോഴും ബോർഡ് മാത്സ് ഉപയോഗിച്ച് തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഏതാണ് ഇവിടെ ചെയ്യേണ്ടത്, ഡിവിഷൻ അല്ലേ. അപ്പോൾ 8/4 ഈസ് 2. 6 - 2 ആൻഡ് 13 × 2. അടുത്ത ഇനി മൾട്ടിപ്ലിക്കേഷൻ അല്ലേ ചെയ്യേണ്ടത്. 13 × 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 26. സോ 6 - 2 ഈസ് 4. 26 + 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 30. അപ്പോൾ ഏതാ വരുന്നത്, ഓപ്ഷൻ സി 30 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ബോർഡ് മാത്സ് യൂസ് ചെയ്ത് തന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാതെ ഫസ്റ്റ് കയറി 2 + 6 അങ്ങനെയൊന്നും ചെയ്ത് കളയരുത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ചെറിയ മിസ്റ്റേക്സ് വരുന്ന ഏരിയയാണ്. സോ അങ്ങനെയൊന്നും പറ്റാതെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു നമ്പർ സീരീസ് ബേസ്ഡ് 2 ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ഇത് രണ്ടും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പാറ്റേൺ നോക്കിയേ. വാട്ട് ഷുഡ് കം ഇൻ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഗിവൺ സീരീസ്. സോ നമുക്ക് ഈ സീരീസ് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. 99ഉം 124. ഇതിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ 91ൻ്റെ കൂടെ +1 ചെയ്യുമ്പോൾ 100, പിന്നെ ഒരു 24 അല്ലേ. അപ്പോൾ ഈ ഡിഫറൻസ് നോക്കിയേ, 25 ആണല്ലോ. അതേപോലെ 124ഉം 140. 124ൻ്റെ കൂടെ ഇനി ഒരു 6 ഉണ്ട് +10. അപ്പോൾ 6 + 10 ഈസ് 60. ഓക്കെ, ഇനി 140ഉം 149ഉം ഇവിടെ +9 ചെയ്തപ്പോഴല്ലേ വന്നത്. ആൻഡ് അതേപോലെ 149ഉം 153. 50 ആയി, പിന്നെ ഒരു +3യും കൂടെ ചെയ്യും. അപ്പം 1 + 3 ഇറ്റ്സ് 4 +4 അല്ലേ ചെയ്തത്. ഇനി നിങ്ങൾ ഈ പാറ്റേൺ എന്താണെന്ന് നോക്കിയേ. 25 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5ൻ്റെ സ്ക്വയറാണ്. അതേപോലെ 16 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4ൻ്റെ സ്ക്വയറാണ്. അതേപോലെ 9 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3യുടെ സ്ക്വയറാണ്. അതേപോലെ 4 2ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഏതായിരിക്കും വരുന്നത്, അടുത്ത വേണ്ടത് 1ൻ്റെ സ്ക്വയർ അല്ലേ. 1ൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 തന്നെ. അപ്പോൾ 153യുടെ കൂടെ ഒരു +1 ആഡ് ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും, 154. 154 ഓപ്ഷൻ ബി ആണ്. സോ അത് ടിക്ക് ചെയ്യുക. അപ്പോൾ നമ്പർ സീരീസ് ഒക്കെ നിങ്ങൾ ഇതേപോലത്തെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ഹോളിലും ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് നമ്പർ സീരീസ് ചെയ്ത് നോക്കാം. ഇത് ഇവിടെ എഴുതാം. ഇപ്പം ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഷുഡ് കം ഇൻ പ്ലേസ് ഓഫ് ദി ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഗിവൺ സീരീസ്. അപ്പോൾ നമുക്കിത് നോക്കാം. 23 ആൻഡ് 24 എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, +1 ചെയ്തു. അതേപോലെ 24ൽ നിന്ന് 32 +8 അല്ലേ ചെയ്തേ.
ആൻഡ് അതേപോലെ 32-ൽ നിന്ന് 59. അത് നമുക്കൊന്ന് ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. 59 minus 32, it is 7 and 5 minus 3 എന്ന് പറയുന്നത് 27. ഓക്കെ, പ്ലസ് 27 ചെയ്തപ്പോഴാണ് എന്ത് കിട്ടിയത്? 59 കിട്ടിയത്. ഇനി അതേപോലെ 123-യും 59-ഉം എങ്ങനെ റിലേറ്റ് ചെയ്തെന്ന് നോക്കിയാലോ. ഓക്കെ, 123-ൽ നിന്ന് 4, 11 minus 5, it is 64. ഇനി ഇത് നോക്കിയേ, 1, 8, 27, 64. എന്താണ് റിലേഷൻ? 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-ൻ്റെ ക്യൂബാണ്. 8 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-ൻ്റെ ക്യൂബ്. അതേപോലെ 27 ഇറ്റ്സ് 3-യുടെ ക്യൂബാണ്. 64 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4-ൻ്റെ ക്യൂബാണ്. അപ്പോൾ അടുത്ത നമ്മൾ എന്തായിരിക്കും ആഡ് ചെയ്യേണ്ടത്? 5-ൻ്റെ ക്യൂബ് അല്ലേ. 5-ൻ്റെ ക്യൂബ് എന്ന് പറയുമ്പം 125. സോ 123-യുടെ കൂടെ 125 ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 248. സോ ഓപ്ഷൻ ബി 248 ആണ് നമ്മളുടെ ആൻസർ വരുന്നത്. അപ്പോൾ ഈ സ്ക്വയർ, ക്യൂബ് ഇതേപോലുള്ള പാറ്റേൺ ഒക്കെ, ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് വരാറുണ്ട്. സോ ഇങ്ങനെയൊക്കെയുള്ളത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ പോലെ ഡേയ്സ് ഓഫ് വീക്സ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഡേയ്സ് ഓഫ് വീക്ക് തന്നെ വേണമെന്നില്ല. വേണമെങ്കിൽ ഒരു ബിൽഡിങ്ങിലെ ഡിഫറെൻറ്റ് ഫ്ലോർസ് അത് നമ്പർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതേപോലെ ബോക്സസ്, അങ്ങനെ ഇതെല്ലാം ഒരു പസിൽ ടൈപ്പ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ ഈ ഒരു പാറ്റേൺ നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, ഈച്ച് ഓഫ് L, M, N, O, A, B and C has an exam on a different day of a week starting from Monday and ending on Sunday of the same week. അപ്പോൾ ഇതിൽ നമ്മൾ മൺഡേ ടു സൺഡേ എഴുതുക. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ അത് നമ്മൾ എഴുതി. ഇനി നമുക്ക് വൈകുന്നതിനനുസരിച്ച് എഴുതി പോകാം. നോ വൺ ഹാസ് എക്സാം ബിഫോർ എൻ. എന്നിന് മുന്നേ ആർക്കും എക്സാം ഇല്ല എന്നാണ് പറയുന്നത്. സോ മൺഡേ ആണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ എന്നായിരിക്കും വരുന്നത്? ഇവിടെ അല്ലേ. അപ്പോൾ അതാ എഴുതുക. ഇനി only 3 people have exam between N and O. എന്നിനും ഒയ്ക്കും ഇടയിൽ 3 പേർക്ക് എക്സാം ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 സ്പേസ് വിട്ടിട്ട് O എഴുതുക. ഓക്കെ ആണല്ലോ. only 1 person has exam between O and M. ഓയുടെയും എമ്മിൻ്റെ ഇടയിൽ ഒരാൾക്ക് എക്സാം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെയും വരാം, അല്ലെങ്കിൽ എവിടെ വരാം? ഇവിടെയും വരാം. എക്സാക്ട്ലി എവിടെയാണെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. സോ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ, സോ പോസിബിലിറ്റിയും കൂടെ നിങ്ങൾ എഴുതി അങ്ങ് പോവുക. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാമല്ലോ. എൽ ഹാസ് എക്സാം ഓൺ വെനസ്ഡേ. വെനസ്ഡേ എല്ലിൻ്റെ എക്സാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എം ഇവിടെ വരത്തില്ലല്ലോ, ആ പോസിബിലിറ്റി ക്യാൻസലായി. സോ നമുക്ക് എം ഇവിടെ തന്നെ എഴുതാം. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ബി ഹാസ് എക്സാം ഓൺ വൺ ഓഫ് ദ ഡേ ആഫ്റ്റർ സി ആൻഡ് വൺ ഓഫ് ദ ഡേ ബിഫോർ എ. ബി ഹാസ് എക്സാം ആഫ്റ്റർ സി. സി കഴിഞ്ഞാണ്, അതേപോലെ തന്നെ എക്ക് മുന്നേ ആണ്. ഓക്കെ, നമുക്ക് ബി കിട്ടിയല്ലോ. ഇപ്പോൾ എവിടെയാണെന്ന്? ഓൺ വിച്ച് ഡേ ഓഫ് ദ വീക്ക് ഡസ് ബി ഹാവ് എക്സാം. അപ്പോൾ ബിയുടെ എക്സാം എന്നാണ് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബിയുടെ എക്സാം എന്നാണ് വരുന്നത്? തേഴ്സ്ഡേ. അപ്പോൾ ഓപ്ഷൻ സി തേഴ്സ്ഡേ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. സോ നിങ്ങൾ പോസിബിലിറ്റിയും കൂടെ എഴുതി പോണേ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഏതെങ്കിലും ഒരു ഇതിൽ പോസിബിലിറ്റി ക്യാൻസലായി പോയിക്കോളൂ. സോ നമുക്കിവിടെ കിട്ടിയില്ലേ, അതേപോലെ ചെയ്യുക. അപ്പോൾ ഇത് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് പറയുന്നതിന് മുന്നേ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇവിടെ ചോദിച്ചിരിക്കുന്നത് സർക്കുലർ ടേബിൾ ഫേസിങ് സെൻറ്റർ. അപ്പോൾ ഈ സെൻറ്റർ കേസിൽ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു റൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ക്ലോക്ക് വൈസ് വേണം കൗണ്ട് ചെയ്യാൻ. അതേപോലെ റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും.
ഓക്കെ ആണല്ലോ. ഈ ഒരു റൂള് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. സെൻറ്റർ ഓഫ് ദ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയയാണ് റീസണിങ്ങിൽ. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 7 people ഉണ്ടെന്ന്. അപ്പോൾ നമുക്കൊരു സർക്കുലർ ടേബിൾ 1 2 3 4 5 6 7 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇനി വരയ്ക്കുമ്പം കണക്റ്റഡ് ഫാക്ട്സ് ഒരുപാടുള്ളത് നോക്കി വരയ്ക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും നമുക്ക്. അപ്പോൾ V sits 4th to the left of G. ഇനി അത് കഴിഞ്ഞ് കണക്റ്റഡ് ഫാക്ട്സ് ലാസ്റ്റ് ഒരെണ്ണം വരുന്നുണ്ട്, പക്ഷേ അത് കുറച്ച് ടഫായിരിക്കും. സോ നമുക്ക് അടുത്ത നോക്കാം. only 3 people sit between F and I when counted from right of I. റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ I വരച്ചിട്ട് 3 people between I and F എന്നല്ലേ പറഞ്ഞത്. സോ 3 പ്ലേസ് വിട്ടിട്ട് റൈറ്റിലേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ F വരച്ചു നമ്മൾ. ഓക്കെ, ഇനി H സിറ്റ്സ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് F. എഫിൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് H. അത് നമ്മൾ എഴുതിയല്ലോ. ഇനി നോക്കിയേ, W is an immediate neighbor of I as well as V. ഓക്കെ, W is an immediate neighbor of I as well as V. W ഇവിടെ എഴുതാൻ പറ്റത്തില്ല, കാരണം ഇവിടെ H അങ്ങനെ വന്നു കഴിഞ്ഞാൽ H ആവും നെയ്ബർ. സോ W ഇവിടെ ആൻഡ് V ഇവിടെ. ഇനി നമ്മൾ ഫസ്റ്റ് ഒരെണ്ണം എഴുതിയിരുന്നല്ലോ, V sits 4th to the left of G. അപ്പം ഇവിടെ ഇപ്പോൾ G എഴുതുവാണെങ്കിൽ ലെഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് അല്ലേ, 1 2 3 4. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെയാണല്ലോ വരുന്നത് G. ഇനി ആകെ ലെഫ്റ്റ് ആയിട്ട് പോയ ആരാണ്? U അല്ലേ. അപ്പം U നമ്മളങ്ങ് എഴുതുക. ഓക്കെ ആണല്ലോ. ഹൂ സിറ്റ്സ് 3rd to the left of U? അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ലെഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ്. യുവിൻ്റെ 3rd ലെഫ്റ്റ് ആരാണ്? 1 2 3. ആരാണ്? I. ഓപ്ഷൻ ബി I ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദി ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് കൺക്ലൂഷൻസ് കെയർഫുള്ളി അസ്യൂമിംഗ് ദാറ്റ് ദ ഇൻഫർമേഷൻ ഗിവൺ ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഈവൻ ഇഫ് ഇറ്റ് അപ്പിയേഴ്സ് ടു ബി അറ്റ് വേരിയൻസ് വിത്ത് കോമൺലി നോൺ ഫാക്ട്സ്. ഡിസൈഡ് വിച്ച് ഓഫ് ദി ഗിവൺ കൺക്ലൂഷൻസ് ലോജിക്കലി ഫോളോ ഫ്രം ദ സ്റ്റേറ്റ്മെൻറ്റ്സ്. സിലോജിസം ക്വസ്റ്റ്യൻസ് ആണ്. സോ നിങ്ങൾ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്ത് ഡയഗ്രാം വരയ്ക്കുക. പിന്നെ അതിൻ്റെ ബേസിസിൽ വേണം നിങ്ങൾ കൺക്ലൂഷൻ ഡിറൈവ് ചെയ്യാൻ. സോ നമുക്ക് ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഓൾ ടീ ഈസ് എ സ്നാക്ക്. അപ്പോൾ ടീ എന്നുള്ളത് സ്നാക്കിൻ്റെ അകത്ത് വരും. ഓക്കെ, ഓൾ ടീ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നാക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഓൾ ടീ ഈസ് എ ബ്രഞ്ച്. അപ്പോൾ ഈ ടീ അകത്ത് വരുന്ന പോലെ ടീ ഫുൾ കവർ ചെയ്ത് ബ്രഞ്ച് നമ്മൾ വരച്ചു. ഇനി ഓൾ ബ്രഞ്ചസ് ആർ ഡിന്നർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രഞ്ചും കവർ ചെയ്തുകൊണ്ട് വേണം വരയ്ക്കാൻ. ഓക്കെ ആണല്ലോ. ഇനി ഈ ഡയഗ്രാം റിലേറ്റ് ചെയ്ത് വേണം കൺക്ലൂഷൻ നോക്കാൻ. ഓൾ ടീ ഈസ് ഡിന്നർ. നോക്കിയേ, ഓൾ ടീ നോക്ക്, ഈ ഡിന്നറിൻ്റെ അകത്ത് വരുന്നുണ്ടല്ലോ, കവർ ചെയ്തല്ലേ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇനി സം ബ്രഞ്ചസ് ആർ സ്നാക്ക്. നോക്കിയേ, സം ബ്രഞ്ചസ് സ്നാക്കിൻ്റെ ഈ സർക്കിളും കവർ ചെയ്യുന്നുണ്ടല്ലോ. സോ ഓപ്ഷൻ 2 ഓൾസോ, കൺക്ലൂഷൻ 2ഉം കറക്റ്റാണ്. സോ ആൻസർ വരുന്നത് എന്താണ്? ബോത്ത് കൺക്ലൂഷൻ 1 and 2 ഫോളോ. അപ്പോൾ ഈ ഡയഗ്രാം കറക്റ്റായിട്ട് വരയ്ക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ തെറ്റിപ്പോവും. എന്നിട്ട് ഇതിൻ്റെ അകത്ത് എന്താണോ അതിൻ്റെ ബേസിസിൽ മാത്രം ചിന്തിക്കുക, അല്ലെങ്കിൽ തെറ്റിപ്പോകും. ഇവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കോമൺലി നോൺ ഫാക്ട്സ് ഒന്നും ചിന്തിക്കേണ്ട, ഈ ഫിഗറിൻ്റെ ബേസിസിൽ മാത്രം നിങ്ങൾ കൺക്ലൂഷൻ ഡിറൈവ് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, റെഫർ ടു ദ ഗിവൺ ലെറ്റർ നമ്പർ സിമ്പിൾ സീരീസ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോസ്. കൗണ്ടിങ് ടു ബി ഡൺ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾ നമ്പേഴ്സ് ആർ സിംഗിൾ ഡിജിറ്റ് നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ ഒരു സീരീസ് ഓഫ് നമ്പേഴ്സ് എല്ലാം തന്നിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം.
How many such symbols are there, each of which is immediately preceded by a letter and also immediately followed by a number? ഇപ്പോൾ സിമ്പിൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് മുന്നേ ഒരു ലെറ്ററും വരണം, അത് കഴിഞ്ഞിട്ട് ഒരു നമ്പറും വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിൾസ് നോക്കാം. അപ്പോൾ ഇതൊരു സിമ്പിളാണ്, പക്ഷെ നോക്കിയേ പ്രസീഡഡ് ബൈ എ ലെറ്റർ എന്നല്ലേ പറഞ്ഞേ, പക്ഷെ ഇവിടെ പ്രസീഡഡ് ബൈ എ നമ്പറാണ്. സോ ഇത് പറ്റത്തില്ല. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. പെർസെൻറ്റേജ് എടുത്താലോ, പ്രസീഡഡ് ബൈ എ ലെറ്റർ ആണ്, കറക്റ്റാണ്, ആൻഡ് ഫോളോഡ് ബൈ എ നമ്പർ. സോ പെർസെൻറ്റേജ് ഒരു നമ്പർ ഒരു സിമ്പിൾ കിട്ടി. ഇനി ഇതെല്ലാം ലെറ്റേഴ്സ് ആണ്, സിമ്പിളായിട്ട് ആരും കാണരുത്. ഇനി നെക്സ്റ്റ് സിമ്പിൾ വരുന്നത് ഇതാണ്. ഇത് നോക്കിയേ, പ്രസീഡഡ് ബൈ എ നമ്പറാണ്, പക്ഷേ ഇവിടെ നമുക്ക് പറഞ്ഞേക്കുന്നത് പ്രസീഡഡ് ബൈ എ ലെറ്റർ അല്ലേ. സോ അപ്പോൾ അതും പറ്റത്തില്ല. ഇനി ഇത് നോക്കിയേ, പ്രസീഡഡ് ബൈ എ ലെറ്റർ ആണ് ആൻഡ് ഫോളോഡ് ബൈ എ നമ്പർ. അപ്പോൾ അതും ഓക്കെയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് സിമ്പിൾ നോക്കാം. ഇവിടെ ഒരെണ്ണമുണ്ട്, പ്രസീഡഡ് ബൈ എ ലെറ്റർ ആണ് ബട്ട് ഓൾസോ ഫോളോഡ് ബൈ എ നമ്പർ. അപ്പോൾ അതെന്തായാലും പറ്റത്തില്ല. ഇനി ഇത് നോക്കിയേ, ഈ സിമ്പിൾ പ്രസീഡഡ് ബൈ ലെറ്റർ ആണ് ബട്ട് ഫോളോഡ് ബൈ ഓൾസോ എ ലെറ്റർ. അപ്പോൾ അതും പറ്റത്തില്ല. അപ്പോൾ എത്ര എണ്ണം അങ്ങനെയുണ്ട്, ഹൗ മെനി സച്ച് സിമ്പിൾസ് എന്നല്ലേ ചോദിച്ചത്, 1 2. അപ്പോൾ ഓപ്ഷൻ ഡി 2 ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് എക്സാമിന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ താങ്ക് യു. അപ്പോൾ നിങ്ങൾ ഇനിയും ഇതുപോലുള്ള റീസണിങ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഈസി ആണെന്ന് വെച്ച് ആരും റീസണിങ് ചെയ്യാതെ ഇരിക്കരുത്, എന്നാൽ എക്സാമിന് ഭയങ്കര ടഫായിട്ട് തോന്നും. സോ താങ്ക് യു.